ഇന്ന് 54ാമത് UAE ദേശീയ ദിനമാണ്. ഈദൽ എത്തിഹാദ് ദിനത്തിൽ രാജ്യത്തിന് ആദരവായി AR റഹ്മാന്റെ ജമാൽ ഗാനം വന്നു. രാജ്യമാകെ വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഈദൽ ഇത്തിഹാദ് എന്ന പേരിലാണ് ആഘോഷങ്ങൾ നടക്കുക. 29-ാം തീയതി AR റഹ്മാന് വലിയൊരു സ്വീകരണമാണ് അബുദാബിയിൽ 80,000 പേർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ നൽകിയത്. കൃത്യം 54 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ഡിസംബർ 2-ന് അന്ന് നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന വിവിധ പ്രദേശങ്ങൾ ഒരുമിച്ച് ഒരൊറ്റ മനസ്സോടെ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന ട്രഷ്യൻ സ്റ്റേറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന ആ പ്രദേശം അന്നുമുതൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അന്നത്തെ അബുദാബി ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ദീർഘവീക്ഷണവും ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂമിന്റെ ഇച്ഛാശക്തിയും ഒത്തുചേർന്നപ്പോൾ ആ കൊച്ചു ഭൂപ്രദേശം ചുരുങ്ങിയ നാൾ കൊണ്ട് കുതിച്ചുകയറിയത് അത്ഭുതങ്ങളിലേക്കായിരുന്നു. ഇന്ന് ഇന്ത്യക്കാരുൾപ്പെടെ ലോകത്തിലെ 200-ലധികം രാജ്യങ്ങളിലെ ജനങ്ങൾ സുരക്ഷിതമായും സമാധാനത്തോടെയും ജീവിക്കുന്ന നാടേതെന്ന ചോദ്യത്തിന് ഒരുത്തരമേ നൽകാനാവൂ. അതാണ് UAE. സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശവാഹകരെന്ന നിലയിൽ ലോകത്തിന് മാതൃകയാവുന്ന രാജ്യങ്ങളിലൊന്ന്. ഒരു കാലത്ത് മൺകൂനകൾ നിറഞ്ഞ വരണ്ട പ്രദേശമായിരുന്ന, മീൻപിടുത്തം പ്രധാന തൊഴിലായിരുന്ന ഒരു ജനത ജീവിച്ചിരുന്ന പ്രദേശത്തെ കേവലം അരനൂറ്റാണ്ടുകൾ കൊണ്ട് സ്വർഗതുല്യമാക്കി മാറ്റാനായെങ്കിൽ അതിനൊരുത്തരമേ പറയാനാവൂ. ഇച്ഛാശക്തിയുള്ള നേതൃത്വമൊന്നുണ്ടെങ്കിൽ ഒരു നാട് ലോകത്തിന്റെ നെറുകയിലെത്താൻ ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരില്ല എന്നതാണത്. UAEയുടെ വളർച്ചയിൽ പങ്കുവഹിക്കുന്ന പ്രവാസികളും UAE ദേശീയ ദിനത്തിൽ സജീവമായി പങ്കെടുക്കാറുണ്ട്. എല്ലാ പ്രവാസികൾക്കും 24-ന്റെ UAE ദേശീയ ദിനാശംസകൾ. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.